കടയിൽ നിന്നൊക്കെ പൊക്കോട വാങ്ങിക്കുമ്പോൾ നല്ല രുചിയല്ലേ. അപ്പോൾ അതിൻ്റെ രഹസ്യം ഇതാണ് കേട്ടോ. അതിനായിട്ട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് 2-3 പച്ചമുളക് അരിഞ്ഞതും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കൈ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരുമിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 കപ്പ് കടലമാവ്, 1/2 കപ്പ് മൈദ മാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, മെയിനായിട്ട് നമ്മൾ ചേർക്കുന്ന 1 സ്പൂൺ ചിക്കൻ മസാലയാണ്. അതിനുശേഷം നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. ഇനി നമ്മൾ 1/4 സ്പൂൺ സോഡാപ്പൊടി ലാസ്റ്റായിട്ട് ചേർക്കുന്നുണ്ട്, ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലതുപോലെ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് കൈ കൊണ്ട് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ക്രിസ്പി ആക്കിയതിന് ശേഷം നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ ബാക്കിയിരിക്കുന്ന എല്ലാം തന്നെ നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊക്കോട റെഡിയായി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ പൊക്കോട ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ അവൻ വേഗം വന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലതാണെന്നാണ് കേട്ടോ പറഞ്ഞത്.